സോ എടാ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്താലോ? എന്താ അവസ്ഥ? ആരുമില്ലേ? അബ്ദുൽ നസാർ, ഷെറിൻ അൻസാരി, യെസ്. ഫാത്തിമ ഫിദ, യെസ്. എന്താ അവസ്ഥ? എടാ എല്ലാവരും ചെക്ക് ചെയ്തോ? യൂട്യൂബിൽ വീഡിയോ കിട്ടുന്നില്ലേ? കഴിഞ്ഞ 6 ദിവസത്തെയും വീഡിയോസ് പ്ലേലിസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ? നോക്കിയായിരുന്നോ? യെസ് യെസ്, ഓക്കെ. കിട്ടുന്നുണ്ട്, താങ്ക് യു. എടാ ആദ്യം നമ്മൾ ഈ സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്തവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് അതിന് ടൈം കൺസ്യൂമിങ് ആണെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് യൂട്യൂബിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്. ഫൈനൽ ഡേ ഇന്ന് ഭയങ്കര, ഞാൻ പറഞ്ഞു ചെറിയൊരു സെഷൻ ആയിരിക്കും. എനിക്കൊരു CBQ ക്വസ്റ്റ്യൻ നിങ്ങളെ ചെയ്ത് കാണിക്കാനായിട്ടുണ്ട്. ഒരു essay ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സോ essayയും CBQ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഒരു പാർട്ടിൽ നിന്ന് ഒരു CBQ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു പാർട്ടിൽ നിന്ന് ഒരു essay ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ അല്ലേ? അല്ലേ? ഫസ്റ്റ് ഏതാ ചെയ്യുന്നുണ്ടാവുക? ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. പാർട്ട് 1 വെച്ച് തന്നെ തുടങ്ങാം. essay ചെയ്താലോ? ആയിക്കോട്ടെ. ഫസ്റ്റ് essay ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പാർട്ട് 1 നിന്ന് essay ആയിരിക്കും നമ്മൾ ചെയ്യുക. പാർട്ട് 2 നിന്ന് നമ്മൾ CBQ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പാർട്ട് 1 നിന്ന് ഒരു essayയും പാർട്ട് 2 നിന്ന് ഒരു CBQവും. ആൻഡ് എടാ ഇത് എക്സാം പെർപ്പസ് എന്നല്ല, എങ്ങനെയാണ് ഒരു CBQ വന്നാൽ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു എക്സാമിന് essay വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു essay ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ വായിക്കണം, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ എന്ന് നോക്കണ്ട, രണ്ട് പാർട്ടിലെയും സ്റ്റുഡൻസ് നോക്കുക. എന്താ പറയാ, ആക്ച്വലി ആൻസർ ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇന്നത്തെ ഉദ്ദേശം. അതുകൊണ്ടാണ് ആക്ച്വലി പാർട്ട് 1നെയും പാർട്ട് 2നെയും കമ്പൈൻ ചെയ്ത് തന്നെ ഈ ഒരു സെഷൻ എടുക്കുന്നത്. വേണ്ടടാ നജ, ലീവ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ലേ, CBQ ഉള്ളവർക്കും ആ അപ്രോച്ച് ആണ് മനസ്സിലാവേണ്ടത്. എങ്ങനെയാണ് CBQ ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് essay ആൻസർ ചെയ്യേണ്ടത്, ആ അപ്രോച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. പാർട്ട് 1ന്റെ essay ആണ് ചെയ്യുന്നതെങ്കിലും പാർട്ട് 2 essay എടുത്തേക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. പാർട്ട് 2ന്റെ CBQ ആണ് ചെയ്യുന്നതെങ്കിലും പാർട്ട് 1ലെ CBQ എടുക്കുന്ന സ്റ്റുഡൻസും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. എടാ അധികം ടൈം എടുക്കൂല. നിങ്ങൾ അപ്പൊ ജോയിൻ ചെയ്യേണ്ട ഒന്നും ആവശ്യം വരില്ല. രണ്ടിനും ഒരു 15 മിനിറ്റ്സേ എടുക്കുള്ളൂ. മാക്സിമം ഒരു 15 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ. ഒരു essay ചെയ്ത് പോകാനും ഒരു CBQ ചെയ്ത് വരാനും നമുക്കൊരു 15 മിനിറ്റ്സ് എടുക്കുള്ളൂ. സോ ഇപ്പൊ ഒരു 7:40 ആയിട്ടുണ്ട്. നമുക്കൊരു 8:30 കൂടി തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. 8:30 കൂടി തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ആരും ഇതാവണ്ട. സോ അതിന് മുമ്പ്, നിനക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്താ അവസ്ഥ? നിങ്ങളെ പ്രിപ്പറേഷനൊക്കെ എന്തായി? ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ ഇങ്ങനെ പരസ്പരം കാണുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ തന്നെയാണ് ഫസ്റ്റ് ഡേ എടുത്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 1ന്റെ ഫസ്റ്റ് ഡേ ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്, ബിയും ഡിയും വെച്ച്. പാർട്ട് 2ലും അതെ, ബിയും ഡിയും വെച്ചാണ് ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ ലാസ്റ്റ് ദിവസം നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. എന്താ അവസ്ഥ? 7 ഡേയ്സ് കൊണ്ട് എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കോൺഫിഡൻസ് ലെവൽ കുറച്ചെങ്കിലും കൂടിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? മോക്ക് എക്സാം എഴുതുമ്പോൾ മിനിമം എത്ര പെർസെന്റ് വേണം? 70% ഒക്കെ ടാർഗറ്റ് വെച്ചോ. മിനിമം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു, മോക്ക് എക്സാം എന്നുള്ളത് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനുള്ള ഒരു കാര്യമേ അല്ല. നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മോക്ക് എക്സാം എഴുതുന്നത്. നമ്മൾ മോക്ക് എക്സാം എഴുതുന്നത് ടൈമിൽ എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ, എക്സാമിന്റെ ആ ടെമ്പറമെന്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോക്ക് എക്സാം എഴുതി നോക്കുന്നത്. 3 മണിക്കൂർ കൊണ്ട് 100 MCQs നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, ഇതാണ് ആക്ച്വലി നമുക്ക് അറിയേണ്ട കാര്യം. അല്ലാതെ മോക്കിന് 100ൽ 100 മേടിച്ചോ അല്ലെങ്കിൽ 50 മേടിച്ചോ എത്ര ശതമാനം മേടിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പോയിന്റ്. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. 3 മണിക്കൂർ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്.
ഒരു സെക്ഷനിൽ നിന്ന് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? എടാ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. 20-25 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം വേണമെങ്കിൽ. 20 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. സെക്ഷൻ സി, പാർട്ട് 2 സെക്ഷൻ സി എന്നൊക്കെ വേണമെങ്കിൽ വരാം. 20 to 25 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ആകെ 4-5 ക്വസ്റ്റ്യൻസ് മാത്രം വേണമെങ്കിലും വന്നു പോവാം. സോ അതൊന്നും അങ്ങനെ എന്താ പറയാ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വെച്ചേക്കുന്നതല്ല. പൊതുവെ പറയാറ് പാർട്ട് 2-ലാണെങ്കിൽ സിന്നും എഫിൽ നിന്നുമാണ് കൂടുതൽ ചോദിക്കുക എന്നാണ്. പാർട്ട് 1-ലേക്ക് വരുമ്പോൾ ഇന്നും എഫിൽ നിന്നുമാണ് ഇപ്പൊ കൂടുതൽ ചോദിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. സിയും ഡിയും അധികം ചോദിച്ചിട്ടില്ല, എന്നും കുറച്ച് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഈ വിൻഡോയിൽ ഇതുവരെ എക്സാം എഴുതിയ സ്റ്റുഡൻസ് വിളിച്ചപ്പോ അവര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എടാ എന്താ അവസ്ഥ? നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ ഒരു ഇതിലുള്ള എല്ലാവരും ഡേറ്റ് എടുത്തവരല്ലേ? ഈ ഒരു വിൻഡോയിലേക്ക് എക്സാമിന് ഡേറ്റ് എടുത്തവരല്ലേ? ഒന്ന് കൺഫേം ചെയ്തേ. അനുപമ മോഹൻ പഠിക്കുന്നത് റിവൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ മറന്നു പോകുന്നു. എടാ അതുണ്ടാവും, അത് ഈ എക്സാം അടുത്ത് വരുമ്പോ നമുക്ക് തോന്നുന്നു. നജ 17th-നാണ്. യെസ് ഫറ 15-നാണ്. ഐഫോൺ ജസീലാണോ? 16, അസീൽ 17, ഇർഫാന 19. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങളുടെ ഈ സെക്ഷൻസ് ശരിക്കും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് തന്നിട്ടുണ്ട്. താങ്ക് യു. 25, 18. ഓക്കെ, എല്ലാവരും എഴുതിയതാണ്. ഓക്കെ, എല്ലാവരും ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഡൺ ഡൺ ഡൺ. അഫ്ന 23, ഷിയാബ് 20. ഒരു അഡ്വൈസ് തരുമോ? അത്ര അഡ്വൈസ് ആയിട്ട് പറയാനൊന്നും ഇല്ലടാ. അഡ്വൈസ് തരാൻ ഞാൻ ആരാ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ എന്താ പറയാ എഫേർട്സിനെ നിങ്ങൾ വിശ്വസിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിനെ ഒക്കെ ബാക്ക് ചെയ്യുക, സ്വയം വിശ്വസിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ആരും ഉപദേശിച്ച് അല്ലെങ്കിൽ അഡ്വൈസ് ടിപ്സ് അതൊക്കെ ചുമ്മാ മിത്താണ്. അതിലൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഭാഗ്യം, ദൈവാനുഗ്രഹം തുടങ്ങിയവ ഉണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റും, പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. അത്രേ ഉള്ളൂ. സോ എടാ എനിക്ക് എസ് എ ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഷെയർ ചെയ്യൂ. എടാ അത് ഗ്രൂപ്പിൽ ഇട്ട് പോകുന്നുണ്ടല്ലോ റിസ്വാന. ഗ്രൂപ്പിൽ നമ്മൾ കിട്ടുന്ന അനുസരിച്ച് ഞാൻ ഇടാറില്ല. കാരണം അത് നമ്മുടെ എന്താ പറയാ എത്തിക്സിനെതിരാണെന്നാണ് പറയാ. ബട്ട് സ്റ്റിൽ സ്റ്റുഡൻസ് കിട്ടുന്ന ഓരോ ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നതൊക്കെ നമ്മുടെ ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. എസ് എ വെയിറ്റേജ് എങ്ങനെയാണെന്ന്, വെയിറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. IMA ഒഫീഷ്യലി പറയുന്ന വെയിറ്റേജ് ഒന്നും ഇല്ല എന്നാണ്. ബട്ട് വെയിറ്റേജ് ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. വെയിറ്റേജ് ഉണ്ട്. ചില പാടുള്ള ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അതിന് വെയിറ്റേജ് കുറച്ച് കൂടുതലായിരിക്കും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വെയിറ്റേജ് കുറവായിരിക്കും. ആൻഡ് മാർക്സ് ഇല്ലാത്ത ഡമ്മി ക്വസ്റ്റ്യൻസ്, 0 മാർക്ക് വരുന്ന ഡമ്മി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് വായിച്ചിട്ടുണ്ട്. അതായത് ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയ 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കി എന്നുള്ള കൗണ്ട് മീറ്റ് ചെയ്യും, ബട്ട് മാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചിലവര് എസ് എ വിൻഡോ ഓപ്പൺ ആയിട്ട് പോലും റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ആവുന്നത്. സോ വെയിറ്റേജ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്ക് അല്ല. പിന്നെ എക്സാം ടഫായി എന്ന് ഓർത്ത് ആരും ടെൻഷൻ ആവുകയും വേണ്ട. എക്സാം ടഫായി കഴിഞ്ഞാൽ പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ് ആക്ച്വലി. കാരണം ടഫായിട്ട് പോലും നിങ്ങൾക്ക് എസ് എ വിൻഡോ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. എക്സാം ടഫ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിനുള്ള മാർക്ക് വെയിറ്റേജും കൂടുതലായിരിക്കും. സോ പാസ്സാവാനുള്ള സാധ്യത കൂടുകയുള്ളൂ എക്സാം ടഫ് ആണെങ്കിൽ. ഓരോ സെക്ഷൻസിൽ നിന്നും 50 എബോവ് സ്കോർ ചെയ്യണമെന്നുണ്ടോ? എടാ അങ്ങനെയും കേട്ടിട്ടുണ്ട്. ബട്ട് ഇല്ല, 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കണമെന്നേ പറയാറുള്ളൂ. അല്ലാതെ ഇന്ന സെക്ഷനിൽ നിന്ന് എല്ലാ സെക്ഷനിൽ നിന്നും 50% എന്ന് പറയണമെങ്കിൽ എല്ലാ സെക്ഷനിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം വരുന്നത്. അങ്ങനെയല്ലാലോ. സോ 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, അൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്താലോ. ജസ്റ്റ് ഒരു എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഒന്ന് മുമ്പിൽ കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എടാ എല്ലാവർക്കും സ്ക്രീന് കാണുന്നില്ലേ? ഒന്ന് കൺഫേം ചെയ്യൂ. എല്ലാവർക്കും സ്ക്രീന് കാണുന്നില്ലേ? യെസ്, ഓക്കെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് പോലും ഉണ്ടാവും. എക്സാമിന് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എസ് എ കണക്കിന് അതിന് വാരി വലിച്ച് എക്സാമിന് എഴുതുക എന്നുള്ളതല്ല അതിന്റെ പർപ്പസ്. ഇത് ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, വാരി വലിച്ച് എഴുതി വിടുക എന്നുള്ളതല്ല എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പർപ്പസ് വരുന്നത്. എസ് എ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഒരു എസ് എ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതിൽ നിന്ന് കുറച്ച് MCQs ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 1 ലൈനർ എഴുതാൻ അല്ലെങ്കിൽ 2 ലൈനർ എഴുതാൻ ചോദിക്കുന്നുണ്ടാവും. അത് അറ്റൻഡ് ചെയ്യാന്നേ ഉള്ളൂ. ആ എസ് എ വായിക്കുക, അതിനനുസരിച്ച് ആൻസർ ചെയ്യുക, അല്ലാതെ 2 പേജ് 3 പേജ് 5 പേജ് എന്നുള്ള രീതിയിൽ വാരി വലിച്ച് എഴുതേണ്ട ഒരാവശ്യവും വരുന്നില്ല. അതിന്റെ ഒരു ഡെമോ കാണിക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സെനാരിയോ, ഞാനിപ്പോ കാണിക്കുന്ന ആ സെനാരിയോ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഒന്ന് വായിച്ച് നല്ല പോലെ മനസ്സിലാക്കിക്കേ എല്ലാവരും. പാർട്ട് 1 സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പാർട്ട് 2 സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇഷ്യൂ ഇല്ല. നല്ല പോലെ ഒന്ന് വായിച്ചു നോക്കിക്കേ. സെനാരിയോ വായിക്കാനാണ് കേട്ടോ ഒരു 2 മിനിറ്റ്സ് ഞാൻ തരുന്നേ. എടാ, വായിച്ചു കഴിഞ്ഞോ എല്ലാരും? സെനാരിയോ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? സെനാരിയോ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് കൺഫേം ചെയ്യോ? യെസ് 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 യെസ്. ഓക്കെ എടാ, എന്നാ ഒറ്റ മിനിറ്റ്, ഞാൻ ഈ സ്ക്രീനിൽ ഒരു സൈഡിൽ സെനാരിയോയും മറ്റൊരു സൈഡിൽ റിക്വയർമെന്റ് എന്നുള്ള പോലെ ഞാൻ പ്ലേസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്തു നോക്കാം. ഓക്കെ, ഒറ്റ സെക്കൻഡേ.
എടാ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് തന്നെ കാണുന്നില്ലടാ. ഒരു സൈഡില് റൈറ്റ് സൈഡില് നിങ്ങളുടെ സെനാരിയോയും ലെഫ്റ്റ് സൈഡിൽ റിക്വയർമെന്റ് എന്നുള്ള പോലെ കാണുന്നുണ്ടോ? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ എന്താ ചോദിക്കുന്നത്? ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ചോദിച്ചേക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ. എടല്ല, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആ സെനാരിയോ കാണാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. എന്നിട്ട് എല്ലാവരും ROI എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യേ. ഇവിടെ കണ്ടോ, essay ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. ബട്ട് വാരി വലിച്ച് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ഒരു കാര്യം ROI കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം ചെയ്താൽ മതി. സോ എല്ലാവരും ഒരു 1 മിനിറ്റ് ടൈം എടുത്ത് അതൊന്ന് നോക്കുവോ? നിങ്ങൾ ചിലപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ പോലും വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ROI നോക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം മാത്രം മതി. അതിലെ 3ാമത്തെ പാരഗ്രാഫ്, ആ 3rd പാരഗ്രാഫ് മാത്രം ആക്ച്വലി വായിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയിട്ട് പറഞ്ഞേടാ എല്ലാവരും. കിട്ടിയിട്ടില്ലേ? ആർക്കും കിട്ടിയിട്ടില്ലേ? ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ലേ? റൈറ്റ് സൈഡിൽ ഒരു സെനാരിയോയും ലെഫ്റ്റ് സൈഡിൽ ഒരു റിക്വയർമെന്റും ഉണ്ട്. ആർക്കും ആൻസർ കിട്ടിയിട്ടില്ലേ? കിട്ടുന്നില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. 170/600 28.3 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ. എടാ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഞാൻ തന്നെ ചെയ്യാം. എന്താ, ROIക്ക് എനിക്ക് 2 സാധനം വേണം. എനിക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം വേണം. എനിക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഈ 2 സാധനങ്ങളാണ് വേണ്ടത്. ഓപ്പറേറ്റിംഗ് ഇൻകം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരാം. 1,70,000 വെച്ച് എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ വർഷവും 1,70,000 വെച്ച് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എല്ലാവരും പറഞ്ഞു, ഈ 1,70,000 നിന്ന് എന്താണ് ഞാൻ മൈനസ് ചെയ്യേണ്ടത്? പറയടാ, അറിയില്ലേ? ഡിപ്രീസിയേഷൻ ഞാൻ മൈനസ് ചെയ്യുന്നുണ്ടാവും. സോ ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 6 ലക്ഷമാണ്. 600,000 ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക. സ്ക്രാപ്പ് വാല്യൂ 50,000 വരുന്നുണ്ട്. ഈ 50,000 6 lakhs ഡിവൈഡഡ് ബൈ 50,000 ഡിവൈഡഡ് ബൈ എത്ര വർഷത്തേക്കാണ്? 5 years പ്രൊജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഡിപ്രീസിയേഷൻ എത്രയാടാ ഒന്ന് പറഞ്ഞേ? ഡിപ്രീസിയേഷൻ എത്രയാ? 6 ലക്ഷത്തിൽ നിന്ന് 50,000 പോയി. 5,50,000 ഡിവൈഡഡ് ബൈ 5, 1,10,000. കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാ? പറയേ. 1,70,000 നിന്ന് 1,10,000 പോയാൽ 60,000 ആണ് ഓപ്പറേറ്റിംഗ് ഇൻകം വരിക. ഇനി നമുക്ക് വേണം ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പണിംഗിൽ ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് 6 ലക്ഷമാണ്. അതിന്റെ കൂടെ ലാസ്റ്റ് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 50,000 ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. എത്രയാണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്? എത്രയാ? 325,000. സോ നമുക്ക് വേണ്ട 2 സാധനങ്ങളും കിട്ടി. ഒന്ന് 60,000, ഒന്ന് 3,25,000. അതൊന്ന് ഡിവൈഡ് ചെയ്തേടാ. 60,000 ഡിവൈഡഡ് ബൈ 325,000. എത്രയാണ് എന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? 18.46%.
18.46%. ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI. ഇത്രയും ചെയ്താൽ മതി. SA ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ് വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? നോക്കിക്കേ, SA ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ് വാരി വലിച്ച് ഇവിടെ എഴുതേണ്ട ആവശ്യം വന്നോ? ഓപ്പറേറ്റിംഗ് ഇൻകം കണ്ടുപിടിച്ചു, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്ന് കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ വെച്ച് ഡിവൈഡ് ചെയ്തു. ഓപ്പറേറ്റിംഗ് ഇൻകം 60,000 ആണ്, ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 325,000 ആണ്. സോ 18.46 ആണ് എന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ 50,000 സാൽവേജ് വാല്യൂ ആഡ് ചെയ്യണം? യെസ്, വേണം. ആവറേജ് ഇൻവെന്ററി എടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓപ്പണിംഗിൽ എത്ര കിട്ടി, അവസാനം സ്ക്രാപ്പ് എത്രയാണോ കിട്ടുന്നത്, അത് രണ്ടും ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. സ്റ്റെപ്പ് എഴുതണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റെപ്സ് എഴുതാമെങ്കിൽ എഴുതാം, നല്ലതാണ്. സ്റ്റെപ്സ് എഴുതാമെങ്കിൽ എഴുതാം. ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 സ്റ്റുഡൻസ് പേടിക്കേണ്ട, ഇത് പാർട്ട് 1 എന്നുള്ള ഏരിയ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒരു ന്യൂമറിക്കൽ ചെയ്തു. രണ്ടാമത് ആക്ച്വലി ഒരു ബന്ധവുമില്ല സെനാരിയോ ആയിട്ട് ഒരു 1 അഡ്വാൻറ്റേജ് ചോദിച്ചേക്കാണ്. 1 അഡ്വാൻറ്റേജും 1 ഡിസഡ്വാൻറ്റേജും വേരിയബിൾ കോസ്റ്റിങ്ങിന്റെയും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന്റെയും എഴുതാൻ അറിയുന്നവര് പറഞ്ഞേടാ. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേരിയബിൾ കോസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് വേണം, വേരിയബിൾ കോസ്റ്റിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും വേണം. അപ്പൊ ആദ്യം പറ, വേരിയബിൾ കോസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? അറിയുന്നവര് പറഞ്ഞേ, വേരിയബിൾ കോസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? പറയടാ. മാർജിനൽ കോസ്റ്റിംഗ് എന്നും പറയും. അഡ്വാൻറ്റേജ് എന്താ? ആർക്കും അറിയില്ലേ? എക്സാക്ട്ലി. ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് ഒന്നുകൂടി യൂസ്ഫുൾ ആവുന്നത് വേരിയബിൾ കോസ്റ്റിംഗ് ആയിരിക്കും. കാരണം അവിടെ ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു ഇമ്പാക്ട് അവരവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ബെറ്റർ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ ആണോ? അത് നമുക്ക് എഴുതാം. അതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇന്റേണൽ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് വേരിയബിൾ കോസ്റ്റിംഗ് ആണ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താടാ? എന്താ? പറ്റും. സെയിൽസ് ബേസ്ഡ് ആണെന്ന് എഴുതാൻ പറ്റും. പ്രൊഡക്ഷൻ ബേസ്ഡ് അല്ല, സെയിൽസ് ബേസ്ഡ് ആണെന്ന് എഴുതാൻ പറ്റിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറയും? നമ്മൾ പറയും ഇവിടെ ഫിക്സഡ് കോസ്റ്റ് അവർ പരിഗണിക്കുന്നതേ ഇല്ല. ഒരു കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഇവിടെ അവരത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. അതുകൊണ്ട് തന്നെ ആക്യുറസി കുറവായിരിക്കും. നമ്മൾ പ്രൈസിങ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പ്രൊജക്ട് ചിലപ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആവാം, ചിലപ്പോൾ ഓവർ പ്രൈസ്ഡ് ആവാം. അല്ലെങ്കിൽ റിയാസ് പറഞ്ഞ പോലെ US GAAP IFRS ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഏതാണെങ്കിൽ വേരിയബിൾ കോസ്റ്റിംഗ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായോ? US GAAP IFRS ഒന്നും വേരിയബിൾ കോസ്റ്റ് ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടി US GAAP IFRS ഒന്നും വേരിയബിൾ കോസ്റ്റിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു അഡ്വാൻറ്റേജും കിട്ടി, ഒരു ഡിസഡ്വാൻറ്റേജും കിട്ടി. ഓക്കെ ആണോ? വേരിയബിൾ കോസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജും കിട്ടി, ഒരു ഡിസഡ്വാൻറ്റേജും കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്തത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞേടാ. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ആക്ച്വലി ഇപ്പൊ പറഞ്ഞത് തന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പറയാം. എന്താ? എക്സ്റ്റേണൽ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഫിക്സഡ് കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യുന്ന അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയിരിക്കും. എക്സ്റ്റേണൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ US GAAP IFRS ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയിരിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാം. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കുറഞ്ഞു വരുന്നുണ്ടാവും. അതുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഡിസിഷൻ മേക്കിങ്ങിന് നല്ലതുമായിരിക്കില്ല. സോ ഇതും എഴുതാൻ പറ്റില്ലേ? രണ്ടാമത്തെ കേസിലെ ക്വസ്റ്റിനും ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ? ബുദ്ധിമുട്ടുണ്ടോ?
ബുദ്ധിമുട്ടുണ്ടോ? സാറേ പാർട്ട് 2ന്റെ സെയിം കൂടി. എടാ പാർട്ട് 2-ന് എസ് എ അല്ല, പാർട്ട് 2-ന് CBQ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഈ പാർട്ട് 1-ന്റെ എസ് എ കഴിഞ്ഞാൽ പാർട്ട് 2-ന്റെ CBQ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇതാ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. മൂന്നാമത് എന്താ ചോദിച്ചേക്കുന്നേ? വേരിയബിൾ കോസ്റ്റ് വേരിയൻസ് എന്താണെന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യുക. ആൻഡ് ഇവിടുത്തെ വേരിയബിൾ കോസ്റ്റ് വേരിയൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റും ചെയ്യുക. പാർട്ട് 2 എസ് എ ആണ് എഴുതുന്നത്. എടാ ജസ്റ്റ് ആ ടൈപ്പ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെയായിരിക്കും എസ് എ ചോദിക്കുക, ഇങ്ങനെയായിരിക്കും CBQ ചോദിക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എല്ലാ ക്വസ്റ്റ്യൻസിനും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾക്ക് എസ് എയുടെ ഇതിലൊരു ഐഡിയ കിട്ടിയോ? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇവിടെ ചെയ്യണം എന്നില്ല. ഇപ്പൊ വേരിയബിൾ കോസ്റ്റിന്റെ വേരിയൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം സ്റ്റാൻഡേർഡ് വേരിയബിൾ കോസ്റ്റ് 40 ആയിരുന്നു. ആക്ച്വലി വന്നത് 42 ആണ്. സോ നമ്മൾ വിചാരിച്ചത് 40 വരുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചത്. ബട്ട് ആക്ച്വലി 42 വന്നു. $2 വെച്ച് അധികം വന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ്സിന്റെ പുറത്ത്? 10,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. സോ $2 ഇൻറ്റു 10,000 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ $20,000 അൺഫേവറബിൾ ആണ് വേരിയബിൾ കോസ്റ്റ് വേരിയൻസ്. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഫുള്ള് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് അത്ര പറഞ്ഞാൽ മതി. എസ് എ വരുമ്പോ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതാണ് വലിയ വലിയ പാരഗ്രാഫും വലിയ പാസേജും എഴുതേണ്ട ആവശ്യം വരുന്നുണ്ടെന്ന്. നിങ്ങൾ ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു സെനാരിയോ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ ചോദിക്കുന്നേ. ROI കണ്ടുപിടിക്കുക, വേരിയബിൾ കോസ്റ്റ് അബ്സോർപ്ഷൻ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, ഈ ഒരു രീതിയിൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായോ? എസ്സേസ് വന്നു കഴിഞ്ഞാൽ എഴുതേണ്ട ഒരു രീതി മനസ്സിലായോ? എടാ കാണിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾ എഴുതുന്നു. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹിയർ വേരിയബിൾ കോസ്റ്റ് ആസ് പെർ സ്റ്റാൻഡേർഡ് ഷുഡ് ബി 40 ആയിരിക്കണം. ബട്ട് ആക്ച്വലി വി മെയ്ഡ് എ കോസ്റ്റ് അറ്റ് 42. നമുക്ക് 42 വെച്ച് കോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് പെർ യൂണിറ്റ് $2 എക്സസ് വന്നിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. സോ 10,000 ഇൻറ്റു 2 $20,000 അൺഫേവറബിൾ വേരിയൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. മനസ്സിലായോ? ഡോളർ ഇടണം കേട്ടോ റിയാസെ, ഡോളർ ഇടണം. കോമ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ഡോളർ ഇടണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു CBQ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മളൊരു എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. അങ്ങനെയെങ്കിൽ ഒരു CBQ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ്, ഞാൻ CBQ ഒരു സൈറ്റിലാണ് കാണിക്കുന്നുണ്ടാവുക. ഒന്ന് ലോഡ് ചെയ്തോട്ടെ. യെസ്. സ്റ്റാർട്ട് ഷെയർ സ്ക്രീൻ. ഓക്കെ, എടാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഒരു CBQന്റെ ഒരു സെനാരിയോ വരുന്ന രീതിയിലും റൈറ്റ് സൈഡിൽ ഒരു ബ്ലാങ്ക് പേജും അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ CBQയിലേക്ക് വരുമ്പോ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെയാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ നമുക്കിതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു വ്യൂ സെനാരിയോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെനാരിയോ വായിക്കാം. ഇത് പാർട്ട് 2-ൽ നിന്നുള്ളതാണ്.
നമുക്ക് ഈ സെനാരിയോ ഇങ്ങനെ കാണാൻ കുറച്ച് ഡാറ്റ അവർ തന്നിട്ടുണ്ട്. നേതൻ ബ്രൂക്സ് ഫിനാൻസ് മാനേജർ ആണ്. അവിടെ ഒരു ഓഫീസ് ഫർണിച്ചർ ഉണ്ടാക്കുകയാണ്. എ മാനുഫാക്ചറർ ഓഫ് പ്രീമിയം ഓഫീസ് ചെയർസ്. ദ കമ്പനി കറന്റ്ലി ഓപ്പറേറ്റ്സ് അറ്റ് 75% ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. നമുക്ക് ഇപ്പോൾ ഉള്ള കപ്പാസിറ്റിയുടെ 75% നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫോറിൻ ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ 5000 ചെയേഴ്സ് പർച്ചേസ് ചെയ്തോളാം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവകാശപ്പെടുന്നത്. 5000 ചെയേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. ഒരു വൺ ടൈം സ്പെഷ്യൽ ഓർഡർ ആയിരിക്കും. അയാൾ മേടിക്കുകയാണെങ്കിൽ 145-നായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടാവുക. നോർമലി നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 210-ആണ്. സോ യൂണിറ്റ് കോസ്റ്റ് ഇൻഫർമേഷൻ, ഓരോതിന്റെ കോസ്റ്റ് സ്പ്ലിറ്റപ്പ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് 50, ലേബർ 30, വേരിയബിൾ കോസ്റ്റ് വീണ്ടും 18, വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസ് 12. സോ നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. താഴെ പറയാണ് വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസ് വിൽ നോട്ട് ബി ഇൻകേർഡ് ഫോർ സ്പെഷ്യൽ ഓർഡർ. സ്പെഷ്യൽ ഓർഡറിലേക്ക് വരുമ്പോൾ ആ സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള $12 വരുന്നുണ്ടാവില്ല. ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർ ഹെഡ് വിൽ നോട്ട് ചേഞ്ച് ഇഫ് ദ ഓർഡർ ഈസ് അക്സെപ്റ്റഡ്. അത് അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ദ സ്പെഷ്യൽ ഓർഡർ റിക്വയർസ് എ സ്പെഷ്യൽ പാക്കേജിംഗ് കോസ്റ്റ് ഓഫ് $7 പെർ യൂണിറ്റ്. നമുക്ക് എക്സ്ട്രാ ഒരു $7 വേരിയബിൾ കോസ്റ്റ് വരാനുണ്ട്. കമ്പനിക്ക് ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട്, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ആവശ്യത്തിലധികം കപ്പാസിറ്റിയും ഉണ്ട്. സോ സെനാരിയോ ക്ലിയർ ആണോ? പാർട്ട് 2 സ്റ്റുഡന്റ്, സെനാരിയോ ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ സെനാരിയോ നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ സ്പെഷ്യൽ ഓർഡർ ഡിസിഷൻ ഓൺലി ഡാഷ് കോസ്റ്റ് ഷുഡ് ബി കൺസിഡേർഡ്. എന്ത് കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ? സങ്ക് കോസ്റ്റ്, റെലവന്റ് കോസ്റ്റ്. ഏതാണ് ആൻസർ? സങ്ക് കോസ്റ്റ്, റെലവന്റ് കോസ്റ്റ്. നോക്കിക്കേ, സങ്ക്, റെലവന്റ്, ഹിസ്റ്റോറിക്കല്, അലോക്കേറ്റഡ്. നമ്മൾ സ്പെഷ്യൽ ഓർഡർ ഡിസിഷനിലേക്ക് വരുമ്പോൾ ഏത് കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? സങ്ക് കോസ്റ്റ് എടുക്കുവോ? ഇല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എടുക്കുവോ? ഇല്ല. അലോക്കേറ്റഡ് കോസ്റ്റ് എടുക്കുവോ? ഇല്ല. റെലവന്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു സെനാരിയോ വരും, അതിനെ ബേസ് ചെയ്ത് ചിലപ്പോ വരുന്നുണ്ടാവുക, അതാ കണ്ടോ, ഒരു ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും, ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാന്നുള്ളതായിരിക്കും വരിക. ചിലപ്പോ വരുന്നുണ്ടാവുക അതാ ഒരു MCQ ആയിരിക്കും വരുന്നുണ്ടാവുക. റെലവന്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ ദ സ്പെഷ്യൽ ഓർഡർ. റെലവന്റ് കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. റെലവന്റ് കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് സെനാരിയോ കാണിച്ചു തരാം. ഇതിൽ റെലവന്റ് കോസ്റ്റ് എത്രയാണ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ നോക്കട്ടെ. വേഗം 1 മിനിറ്റ് ടൈം എടുത്തോ. സോ കമന്റ് ചെയ്തിട്ടുണ്ടോ? യെസ്. എല്ലാവരും 105 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. 105 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ വരും. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ടാവും ഒരു 50, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരുന്നുണ്ടാവും 30, വേരിയബിൾ ഓവർ ഹെഡ് വരുന്നുണ്ടാവും ഒരു 18, പിന്നെ വരിക സെല്ലിംഗ് എക്സ്പെൻസ് വരില്ല, ഒരു അഡീഷണൽ കോസ്റ്റ് ആയിട്ട് ഒരു 7 വരും. ഇതെല്ലാം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 105. യെസ്, 105 എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. യെസ്, ഓപ്ഷൻ ബി 105. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റ് കൊടുക്കും. ഇവിടെ വീണ്ടും ദ സെനാരിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കാണ്. വിച്ച് 2 കോസ്റ്റ് ആർ നോട്ട് റെലവന്റ്? ഇതിൽ റെലവന്റ് അല്ലാത്ത 2 കോസ്റ്റുകൾ ഏതൊക്കെയാണ്? റെലവന്റ് അല്ലാത്ത 2 കോസ്റ്റുകൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേടാ. കുറച്ച് ട്രിക്കിയാണ്, ഒന്ന് പറഞ്ഞേ. ബിയും ഡിയും, ബിയും സിയും, ബിയും ഡിയും. ഏതാ ആൻസർ?
ബി ആൻഡ് ഡി എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ബി ഒരിക്കലും വരില്ല. ഫിക്സഡ് കോസ്റ്റ് ബി ഒരിക്കലും വരില്ല. പിന്നെ വരാത്തത് ഡി ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് അവോയ്ഡഡ് വരില്ല. കാരണം നമ്മളോട് ചോദിച്ചേക്കുന്ന സ്പെഷ്യൽ ഓർഡർ എടുത്താൽ സർ 2 ഓപ്ഷനിൽ ഒന്ന് ശരിയാകും, ഒന്ന് തെറ്റുവാണെങ്കിൽ പകുതി മാർക്ക് കിട്ടുമോ? ഇല്ലടാ, പകുതി മാർക്ക് കിട്ടില്ല. 1 മാർക്ക് പോലും കിട്ടില്ല. ഒരു ഓപ്ഷൻ ശരിയായാൽ കിട്ടില്ല. 2 ഓപ്ഷനും കറക്റ്റ് ആയാലേ മാർക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ ബിയും ഡിയും ആണ്. കാരണം സ്പെഷ്യൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വേരിയബിൾ സെല്ലിംഗ് സ്പെഷ്യൽ ഓർഡറിലേക്ക് വരുമ്പോൾ റെലവെന്റ് അല്ല. നമ്മൾ റെലവെന്റ് കോസ്റ്റ് ആയിട്ട് ഈ കൂടെ ആഡ് ചെയ്യുന്നും ഉണ്ടാവില്ല. സോ ബിയും ഡിയും ആണ് ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ എന്താ പറയുന്നത്? എന്ത് ചെയ്യാനാ? അറേഞ്ച് ദ ഫോളോയിങ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ലോജിക്കൽ ഓർഡർ. ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഈ 4 സ്റ്റെപ്പില് ആദ്യം വരേണ്ടത് ഏതാണ്? ഈ 4 സ്റ്റെപ്പില് ആദ്യം വരേണ്ടത് ഏതാണ്? സ്റ്റെപ്പ് ഒറ്റ സെക്കൻഡ്. ജസ്റ്റ് ഒന്ന് സിങ്ക് ആയിക്കോട്ടെ കേട്ടോ. ടെക്നിക്കൽ എറർ എന്തോ വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇതല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? യെസ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എടാ, നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ആദ്യം ഫസ്റ്റ് വരേണ്ടത് ഏതാ? റെലവെന്റ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതല്ലേ ആദ്യം വരേണ്ടത്? യെസ്, നമ്മൾ റെലവെന്റ് കോസ്റ്റ് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു, ഇവിടെ കൊണ്ടുവന്നിട്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ റെലവെന്റ് കോസ്റ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാടാ? ബി തന്നെയാണ്, കറക്റ്റ് ആണ്. ഇൻക്രിമെന്റൽ റവന്യൂ എത്ര കിട്ടും? ഇത് അക്സെപ്റ്റ് ചെയ്താൽ ഇൻക്രിമെന്റൽ റവന്യൂ എത്ര കിട്ടും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത് എന്താ ചെയ്യണ്ടേ? സി തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കമ്പയർ ചെയ്യുന്നു ബെനിഫിറ്റ് ആണോ കോസ്റ്റ് ആണോ കൂടുതലെന്ന്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫൈനൽ ഡെസിഷൻ എടുക്കുക. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ കണ്ടില്ലേ, 4 ക്വസ്റ്റ്യനിലും 4 തരമാണ് റിക്വയർമെന്റ്. ആദ്യത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിരുന്നു. രണ്ടാമത്തത് ഒരു MCQ, ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിരുന്നു. മൂന്നാമത്തത് 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നാലാമത്തത് റീഅറേഞ്ച് ചെയ്യാൻ, കറക്റ്റ് ഓർഡറിൽ സീക്വൻഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താ? മാച്ച് ദ ഫോളോവിങ് ആണ്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ റെലവെന്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ? റെലവെന്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? എ ആണ്. നമ്മുടെ ഡിസിഷൻ അനുസരിച്ച് ചേഞ്ച് ആവുന്ന കോസ്റ്റുകളാണ് റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. പാസ്റ്റ് കോസ്റ്റ് ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ മൈനസ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ്. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ആൻഡ് ഫൈനലി ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്, ഒരു ന്യൂമറിക്കൽ വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒന്ന് ചെയ്തു നോക്കിക്കേ. CBQ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 6 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാവാം. SA പോലെ തന്നെ 6 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാവാം. ഇതിലൊന്ന് ചെയ്തു നോക്കിക്കേടാ. ടോട്ടൽ ഇൻക്രിമെന്റൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഫ്രം അക്സെപ്റ്റിംഗ് ദ സ്പെഷ്യൽ ഓർഡർ. നമ്മൾ ആ ഒരു വാല്യൂ മാത്രം എൻ്റർ ചെയ്താൽ മതി. എത്ര കിട്ടും? നിങ്ങളൊന്ന് വായിച്ചിട്ട് നോക്കിയിട്ട് ചെയ്തു പറഞ്ഞേ. ഭയങ്കര സിമ്പിൾ ആണ്. എല്ലാവരും പറ. 40 ആണോ? 200,000 എന്ന് അമല് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. 200,000. യെസ്. നമുക്ക് നോക്കാം.
40 കറക്റ്റ് ആണ് പറഞ്ഞത് സഹല. നമ്മളോട് ചോദിച്ചത് ടോട്ടൽ ഇൻക്രിമെന്റൽ ആണ്. സോ ഇൻടു നമ്പർ ഓഫ് യൂണിറ്റ്സും ചെയ്യണം. ഇതെങ്ങനെയാ ചെയ്യണ്ടേ? നമുക്കറിയാം, നമുക്ക് കിട്ടാൻ പോകുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 145 ആണ് അല്ലെ? യെസ്, 145 ആണ്. നമുക്ക് വന്ന വേരിയബിൾ അല്ലെങ്കിൽ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 105 ആണ്. സോ പെർ യൂണിറ്റ് നമുക്ക് എത്ര കിട്ടും? 40 വെച്ച് പെർ യൂണിറ്റ് കിട്ടും. എത്ര ചെയറിനുള്ള ഓഫർ വന്നു? 5000 ചെയറിനുള്ള ഓഫർ വന്നു. സോ 40 × 5000 എത്ര ചെയേഴ്സ് നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ എത്ര കിട്ടും? 200,000 നമുക്ക് ലാഭം കിട്ടും. 200,000 വരെ നമുക്ക് ലാഭം കിട്ടാം. സോ നമ്മൾ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്യുന്നു, 200,000. യെസ്, ഇതാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയായിരിക്കും ഒരു CBQ എക്സാം ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും ഒരു CBQ എക്സാം ഉണ്ടാവുക. ക്ലിയർ ആയോ? രണ്ട് സെനാരിയോസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഓരോ സിനാരിയോയിലും ഇതേമാതിരി 7 ക്വസ്റ്റ്യൻസ് ഇല്ല? യെസ്, 6 to 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. CBQനെ പറ്റിയും പാർട്ട് 1 സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ട വരും. അതുകൊണ്ടാണ് ഒരു പാർട്ടിൽ നിന്ന് ഒരു SA ക്വസ്റ്റ്യനും ഞാൻ എടുത്തു, ഒരു പാർട്ടിൽ നിന്ന് ഒരു CBQ ക്വസ്റ്റ്യനും എടുത്തത്. ബട്ട് ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ CBQ എങ്ങനെയായിരിക്കും വരിക, SA എങ്ങനെയായിരിക്കും വരിക എന്ന്? ഡോളർ സിമ്പല് റിക്വയർഡ് ആണോ? എടാ ബോക്സിന്റെ അവർ കൃത്യമായിട്ട് പറയും. ഡോളർ ഇടണമെങ്കിൽ ഡോളർ ഇടാൻ പറയും. എത്ര ഡെസിമൽ പോയിന്റ് വേണമെന്ന് പറയും. തൗസൻഡ്സിൽ എഴുതണമെങ്കിൽ തൗസൻഡ്സ് എഴുതാൻ പറയും. സോ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് essays ചോദിക്കുക, എന്തൊക്കെ ശ്രദ്ധിക്കണം, essay എഴുതുമ്പോഴും വാരി വലിച്ച് എഴുതാതിരിക്കുക. ഇപ്പൊ കണ്ടില്ല, ഒരു വേരിയബിൾ കോസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിച്ചു. ഒരു അഡ്വാൻറ്റേജ് എഴുതുക, ഒരു ഡിസഡ്വാൻറ്റേജ് എഴുതുക. essay ആണെങ്കിൽ 1 ലൈൻ എക്സ്പ്ലനേഷൻ പോരെ, മതി. വാരി വലിച്ചൊന്നും എഴുതണ്ട. അവര് ചോദിക്കുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഭയങ്കരമായിട്ട് പറഞ്ഞാൽ മാത്രം ഒരു 2-3 ലൈൻ അയക്കുക. പാർഷ്യലി ശരിയാണെങ്കിൽ എന്റെ ചാറ്റ് പാർഷ്യലി ശരിയാണെങ്കിൽ മാർക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണോ? എടാ അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഞാൻ പറയാം. കാരണം എടാ CBQ CMA ഇപ്പൊ ആദ്യമായിട്ടാണ് വന്നേ. ACCA ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഞാനൊക്കെ ACC എക്സാം എഴുതുമ്പോൾ ഉള്ളതാണ്. അവിടെ ഇപ്പൊ 4-5 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറയും, 10 ഓപ്ഷൻ ഒക്കെ തന്നിട്ട്. സോ ഒരെണ്ണം തെറ്റിയാ മാർക്ക് പോകും. ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. CBQ കുറച്ചുകൂടി ഈസി ആണല്ലോ. അങ്ങനെയാണ് ഇതുവരെ എഴുതിയവര് പറഞ്ഞത്. അങ്ങനെയാണ്. CBQ ആണോ ഈ SA ആണോ ഈസി ആകുന്നത്? CBQ ആണ് ഈസി എന്നാണ് ഇതുവരെ കഴിഞ്ഞവര് പറഞ്ഞത്. ബട്ട് SAക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന അതേ essays നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പഠിച്ചിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പാർഷ്യൽ മാർക്ക് ഉണ്ടെന്നാണോ കേട്ടെ? കിട്ടുന്നുണ്ടായിരുന്നു. എടാ ഞാൻ നോക്കിയിട്ട് ഞാൻ കൺഫേം ചെയ്യാട്ടോ. ജനറലി ഉണ്ടാവാറില്ല. ഇനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടാവുമോ? ഇപ്പൊ 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, ഒരെണ്ണം കറക്റ്റ് ആക്കി അതിന്റെ മാർക്ക് കിട്ടുമോന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതില്. ഓക്കെ, ക്വസ്റ്റ്യൻ ഹെഡിങ് എഴുതി ആൻസർ ചെയ്യുന്ന ബെനിഫിറ്റ് ഉണ്ടോ? മീൻസ് വേരിയബിൾ 100% ഉണ്ട്. ഹ്യൂമൻ ഇന്റർവെൻഷൻ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ പ്രസന്റേഷന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല വൃത്തിക്ക് പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുന്നു, വേരിയബിൾ കോസ്റ്റിംഗ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്യുന്നു. അതിന്റെ താഴെ നല്ല വൃത്തിക്ക് ഒരു 2 ലൈൻ. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് 2 ലൈൻ. ഇനി അത് കഴിഞ്ഞ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുന്നു, ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുക. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ അഡ്വാൻറ്റേജ് 1 ലൈൻ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത് 1 ലൈൻ. ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക. പാർഷ്യലി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നൂലേന്ന്. ഓക്കെ, ഞാൻ അത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ എടാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് പറയൂ. നമ്മൾ എല്ലാ വിൻഡോയിലും ഇങ്ങനെ നമ്മൾ മാരത്തോൺ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്റെ ക്ലാസ് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ റിവിഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ്.
ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസിനും നമുക്ക് 2 ബാച്ച് ഉണ്ടായിരുന്നു. ഒരു 100 ഡേയ്സിന്റെ ബാച്ച് ഉണ്ടായിരുന്നു, വേറെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് ഈ മാരത്തോൺ വെച്ചത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിരുന്നോ? തിയറി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഫാത്തി ചോദിക്കുന്നു. എടാ, തിയറി ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തിയറി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. എക്സാമിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ തിയറി ക്വസ്റ്റ്യൻസ് വേണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ന്യൂമറിക്കലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ ടൈം അവിടെ പെട്ട് നിങ്ങൾ എന്തായി പോകും, ചിലപ്പോൾ നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇങ്ങനെ തപ്പി പോവുക. ടൈം മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. തിയറി കാണുന്നതൊക്കെ ആൻസർ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ് ന്യൂമറിക്കലിലേക്ക് തിരിച്ചു വന്നിട്ട് നോക്കിയാൽ മതി. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സീനാവാൻ പോകുന്നതാണ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പറയും. അതും അല്ലെങ്കിൽ 2-3 ഓപ്ഷൻസ് നിങ്ങൾക്ക് വളരെ സെയിം ആയിട്ട് തോന്നും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാക്ടിക്സ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് ആണ്. നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോവുക. ആൻഡ് ഫൈനലി ഒരു ആൻസറിലേക്ക് എത്തും. ചിലപ്പോൾ 2 ഓപ്ഷൻസിൽ കൺഫ്യൂസിങ് ആവും. അപ്പൊ ഒരു കാൽക്കുലേറ്റഡ് ഗസ് നടത്തുക, വളരെ ലോജിക്കൽ ആയിട്ട് ഒരു കാൽക്കുലേറ്റഡ് ഗസ് നടത്തുക എന്നുള്ളതേ ഉള്ളൂ. തിയറീസ് സംടൈംസ് കൺഫ്യൂസിങ് ആവാം. സോ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. ലാസ്റ്റ് 2 ഓപ്ഷൻ ഒക്കെ വരുമ്പോൾ അപ്പൊ ഒരു 50% ചാൻസ് ഉണ്ട് റൈറ്റ് ആവാൻ വേണ്ടി. ഒരു കാൽക്കുലേറ്റഡ് ഗസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ. ആൻഡ് എക്സാമിന് ആദ്യം എപ്പോഴും തിയറി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തിയറീസ് പഠിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ, ഡെയിലി പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളൂ. ന്യൂമറിക്കൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നോളും. പ്രോബ്ലം അല്ലേ, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വേഗം ചെയ്യാൻ പറ്റും. ബട്ട് തിയറിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഡെയിലി ബ്രഷപ്പ് ചെയ്ത് കൃത്യമായിട്ട് വെക്കുക. ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്ത് പൊടി തട്ടി വെക്കുക എന്നുള്ളത്. ഇത് ആക്ച്വലി ആദ്യം പഠിക്കുന്ന ടൈമിൽ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോ ലാസ്റ്റ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വായിച്ച് റെഫർ ചെയ്യാവുന്നേ ഉള്ളൂ. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എലിമിനേറ്റ് ചെയ്യുന്ന ശരി ഉത്തരമാണ് എനിക്ക്. എടാ, അങ്ങനെയാണെങ്കിൽ നീ എലിമിനേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലല്ല, നീ അപ്പോഴും കറക്റ്റ് ആൻസർ തപ്പാനുള്ള മൈൻഡ് സെറ്റിലായിരിക്കും. ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നത് തന്നെ കുത്തിക്കോ. നിന്റെ ഭാഗ്യപരീക്ഷണ പ്രകാരം അങ്ങനെയാണെങ്കിലോ? എടാ, ഒരു മിനിറ്റ്, ഞാൻ ആ PDF ഞാൻ ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ്. ഒന്നുമല്ല, നമ്മുടെ ക്ലാസ്സസിന്റെ കാര്യമാണ്. ഏതോ ഒരു ഫയലിലുണ്ടല്ലോ. ഒറ്റ സെക്കൻഡ്. യെസ്. എടാ, നിങ്ങൾക്ക് ഇപ്പോ സ്ക്രീനിൽ കാണാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ആക്ച്വലി ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം. നമ്മൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഈ ക്ലാസ് കൊടുക്കുന്നതാണ്. ആക്ച്വലി ജൂൺ 22 നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 22 നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും അറിയാം, അല്ലെ നമ്മൾ ഇൻസ്റ്റാ പേജ് നോക്കിയാലും അറിയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്നല്ല, അത്യാവശ്യം മികച്ച റിസൾട്ട്. ഈ വിൻഡോയിലാണെങ്കിലും ഇതുവരെ കണക്ക് ഞാൻ പറഞ്ഞ 26 സ്റ്റുഡൻസ് എക്സാം എഴുതിയതിൽ 22 പേർക്കും SA വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാറുമുണ്ട്. നിങ്ങൾക്ക് കാണാം, വലിയ കോസ്റ്റ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. ആക്ച്വലി 13,000 ആണ് കോഴ്സിന്റെ ഫീസ് വരുന്നുണ്ടാവുക. നാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആഡ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. നാളെ ഒരു വെബിനാർ ഉണ്ട്, ഞാൻ തന്നെയാണ് എടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വിൻഡോയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവര്, സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിന് മുമ്പ് വരെയുള്ള പ്രൈസാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. നിങ്ങൾ ലാസ്റ്റ് 1 വീക്കായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തും കൂടെ ജസ്റ്റ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 9,000 ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾ ആരെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലേക്ക് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലേക്ക് ഏതെങ്കിലും പാർട്ടിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നാളത്തെ വെബിനാറിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക, ആക്ച്വലി നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടാവും, എല്ലാം പറയുന്നുണ്ടാവും. രാജേഷ്, ആക്ച്വലി ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലാണ് എക്സാം പ്ലാൻ ചെയ്യുന്നത്. ഞാൻ 100 ഡേയ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ രാജേഷ്, നമുക്ക് ക്ലാസ്സിൽ കാണാം. അനാമിക, റിവിഷൻ ക്ലാസ് ആണോ അതോ ഫുൾ ടോപ്പിക് ക്ലാസ് എടുക്കുന്നുണ്ടോ? ഫുൾ ടോപ്പിക് എടുക്കും അനാമിക, ഫുൾ ടോപ്പിക്കും എടുക്കുന്നുണ്ടാവും. റിവിഷൻ അല്ല.
റിവിഷൻ എന്നുള്ള രീതിയിൽ ക്രാഷ് കോഴ്സ് പോലെ പോകുന്നതല്ല. 100 ഡേയ്സിന്റെ കോഴ്സ് തന്നെയാണ്. നമ്മൾ പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും ഫുള്ളി ക്ലാസ് എടുക്കുന്നുണ്ടാവും. ജൂൺ 22 ക്ലാസ് തുടങ്ങുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ജൂൺ 22 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഫീസ് 9000 ആണ് വരുന്നുണ്ടാവുക. ഒരു പാർട്ടിന് 9000 ആണ് വരുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഇന്നത്തെ പ്രൈസിൽ തന്നെ 9000 നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കാനറിൽ അല്ലെങ്കിൽ കാണുന്ന ഇതില് നിങ്ങൾ ഒരു 1000 rupees പേ ചെയ്യുക. ടൈമിങ് വരുന്നത് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഞാൻ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം. എന്താ പറയാ, ഡെയിലി നിങ്ങൾക്ക് ഒരു 1 hour ക്ലാസ് ലെക്ചേഴ്സ് കാണാനുണ്ടാവും. ഡെയിലി ഒരു 1 hour ലെക്ചേഴ്സ് കാണാനുണ്ടാവും. പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 1-on-1 ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. പ്ലസ് ഫാക്കൽറ്റീസ് ആയിട്ട് ഞാനും അഭിജിത്ത് സാറും അസ്ലം സാറും ജോയൽ സാറും ഒക്കെ ഉണ്ടാവും. ആൻഡ് ആ ഡേ വൈൻഡ് അപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു മോക്ക് എക്സാമും ഉണ്ടാവും. ഡെയിലി ബേസിസിൽ 1 hourന്റെ ക്ലാസ് ലെക്ചർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡെയിലി തന്നെ, അത് നമ്മൾ ഗ്യാരണ്ടി തരുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് ഡെയിലി ബേസിസിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാവും. പ്ലസ് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് എക്സാമും ഉണ്ടാവും. ആൻഡ് 2 days കൂടുമ്പോൾ ഫാക്കൽറ്റീസ് തന്നെ വന്ന് ആ ടോപ്പിക്സ് ഒന്നും കൂടെ നിങ്ങൾക്ക് സമ്മപ്പ് ചെയ്ത് ഫാക്കൽറ്റീസ് തന്നെ ലൈവ് ഇരുന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്യുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് പോവുക. ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴും, സെക്ഷൻ എ സെക്ഷൻ ബി ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴും അതിന്റെ ഒരു ഫുൾ മോക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഒരു CBQന്റെ മോക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ രീതിയിലാണ് ക്ലാസ്സസ് പോവുക. ലൈവിന്റെ ടൈമിംഗ് വരിക 7:30 to 9 ആയിരിക്കും. ആഴ്ചയിൽ ഒരു 3 ലൈവ് ആയിരിക്കും ഉണ്ടാവുക. വീക്കിലി 3 ലൈവ് ഉണ്ടാവും. സൺഡേസ് അവധിയായിരിക്കും. ഈ ഒരു രീതിയിലാണ് പോവുക. സോ നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ്, സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. 100% നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് എന്താ പറയാ, അതൊരു വലിയ ഹെൽപ്പ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ എവിടെയും പരസ്യം ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ടിവിയിലോ അല്ലെങ്കിൽ ആഡോ പോസ്റ്റേഴ്സോ ബാനേഴ്സോ ഒന്നുമില്ല. നമുക്ക് എപ്പോഴും, ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വിൻഡോയിൽ 250+ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ മെയ് ജൂൺ വിൻഡോയിൽ 250+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ നിങ്ങളെപ്പോലെ ഓരോരുത്തർ ജോയിൻ ചെയ്തവരും നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു വരുന്നതും അതുപോലെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു QR 1000 rupees പേ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ലോക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഇവിടെ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിക്കല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലാസ് ഒരു 1 week എടുത്തുകൊണ്ട് നമ്മുടെ കോഴ്സ് ഉണ്ടെന്ന് നിങ്ങളെ ജസ്റ്റ് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? പോയോ? യെസ്. ഓക്കെ. ആണെങ്കിൽ വീണ്ടും ഞാനൊന്ന് സ്ക്രീൻ ഷെയറിങ് നിർത്തിയിട്ട് എന്നെ ഒന്ന് കാണിച്ചോട്ടെ. ഓക്കെ. എടാ, ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല കേട്ടോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരായിരിക്കും, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. ബട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ജൂനിയേഴ്സ് ഉണ്ടാവാം, അവരാരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവർ ഈ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കാര്യം ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ആസ്ട്ര എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മതി. അതും ചുമ്മാ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇപ്പോ ഞാൻ എന്റെ കാര്യം പറയും, ഇന്നലെ ഞാൻ പാർട്ട് 2 ക്ലാസ് എടുത്തു. ഞാൻ പാർട്ട് 2 കൂടുതൽ ക്ലാസ്സസ് എടുക്കുന്നത്. സെക്ഷൻ ബിയും സിയും ഞാൻ എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ക്ലാസ് ആയിട്ട് തോന്നുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രസമുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഡെയിലി ഇങ്ങനെ ലൈവിൽ ഒരുമിച്ചിരുന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പാസ്സാവാൻ പറ്റും, നല്ല ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളും ജോയിൻ ചെയ്തോളുക. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം നമുക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ കുറച്ച് പേര് കൂടി നടത്തുന്നതാണ്. നമുക്ക് അങ്ങനെ പോയി TV പരസ്യം ചെയ്യാനോ ഒന്നും ഇപ്പൊ നമുക്ക് പറ്റില്ല. നമുക്ക് വരുന്നത് ഫുള്ള് വേർഡ് ഓഫ് മൗത്തിലൂടെ ഓരോരുത്തർ റെഫർ ചെയ്ത് വന്നതാണ് ഈ പറയുന്ന സ്റ്റുഡൻസ് ഒക്കെ. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ജസ്റ്റ് ഒരു ഹെൽപ്പ് എന്നുള്ള പോലെ ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ആരെയും ഒരിക്കലും നിർബന്ധിക്കില്ല. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇനി ഈ ഒരു വിൻഡോയിൽ എക്സാം എഴുതാൻ പോകുന്നവര്? 100% യൂസ്ഫുൾ ആണ്, എനിക്കറിയാം. ഞാൻ ആസ്ട്ര സ്റ്റുഡന്റ് ആണ്. യെസ്, രാജേഷ് നമ്മുടെ സ്റ്റുഡന്റ് ആണ്. നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ ഞാൻ പറയുന്നത്.
ആൻഡ് ഒരിക്കലും ഇതിന് വേണ്ടിയിട്ടല്ലാട്ടോ നമ്മൾ ഈ പറയുന്ന ഒന്നും. നമുക്ക് ചോദിക്കാൻ നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എടാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇപ്പൊ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ജസ്റ്റ് എസ്സേയുടെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഒന്ന് കാണിക്കണം, CBQന്റെ കാണിക്കണം. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. ആൻഡ് ഈ 7 days നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിന്ന് എല്ലാവരോടും ഒരു താങ്ക്സും പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഫ്രീ റിവിഷൻ മാരത്തോൺ ഒരു നല്ല ബ്രാൻഡിങ് ഐഡിയ ആണ്. അല്ലടാ, ഇത് നമ്മൾ എല്ലാ തവണയും കൊടുക്കുന്ന നമ്മൾ എല്ലാ തവണയും കൊടുക്കുന്ന. ഇതിന് മുമ്പും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, യൂട്യൂബിൽ നോക്കിയാൽ കാണാം. മുമ്പ് നമ്മൾ യൂട്യൂബിലാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ 3 സെഷൻസിലും. ഈ തവണയാണ് നമ്മൾ സൂമിലേക്ക് നമ്മൾ മാറ്റിയതെന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പാർട്ട് 2ന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു രാജേഷ്, താങ്ക് യു. എടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഇല്ലേ? ആർക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് പയ്യെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം, കോഴ്സ് എടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്, നമ്മൾ ഒരിക്കലും നിർബന്ധിക്കില്ല. ബട്ട് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യം, വൺസ് എക്സാം എഴുതി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, ജസ്റ്റ് ഒന്ന് അറിയിക്കുക. എസ്സേ വിൻഡോ ഓപ്പൺ ആയെങ്കിൽ സർ ഓപ്പൺ ആയി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ വിളിച്ചോ, നമുക്ക് വീണ്ടും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കോളാണ്, അത് ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. ബട്ട് ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം കഴിഞ്ഞ 7 ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹെൽപ്പ് ആയോ, നിങ്ങൾ പാസ്സായോ എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ്. താങ്ക് യു സാർ, ദ സെക്ഷൻസ് വെയർ യൂസ്ഫുൾ ഫോർ ലാസ്റ്റ് മിനിറ്റ്സ്. താങ്ക് യുടാ, താങ്ക് യു. ഡേയ്സിൽ CBQ സെക്ഷൻ വൈസ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ഇത്ര നാളെ എസ്സേസ് ആണ് കൂടുതൽ ചെയ്തത്. ഇനി സെപ്റ്റംബർ തൊട്ട് ഇതില്ലാലോ, ഏതാ എസ്സേ ക്വസ്റ്റ്യൻസ് ഇല്ല, CBQ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ CBQs ഓരോ സെക്ഷൻസിൽ നിന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. രാജേഷ്, ഫാത്തി, താങ്ക് യു. ഫറ, താങ്ക് യു, താങ്ക് യുടാ, താങ്ക് യു, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലീന, താങ്ക് യു. നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഗുഡ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തോളാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക. എന്തായാലും പാസ്സാവും, എന്തായാലും പാസ്സാവട്ടെ. സോ ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. താങ്ക് യു.